അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മനെ കൈപ്പത്തി ചിഹ്നത്തിൽ കൈപ്പത്തിയുടെ അടയാളത്തിൽ നിങ്ങളുടെ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. ആ വാക്ക് 2 വർഷങ്ങൾക്കപ്പുറം എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ആ കാണുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, 50 വീടുകളാണ് ഈ മണ്ഡലത്തിൽ ഞാൻ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 35 ലക്ഷത്തിന് സ്കോളർഷിപ്പ്, ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി അടക്കമുള്ള പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കി. അതുപോലെ തന്നെയാണ് ഡോൺ ബോസ്കോ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസുമായി ചേർന്നുകൊണ്ട് 4 ട്രെയിനിങ് സെന്ററുകൾ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ കുട്ടികൾക്ക് ഫുട്ബോൾ ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിനോടൊപ്പം നമ്മൾ അറിയേണ്ട കാര്യമാണ്, നമുക്ക് ലാക്കാട്ടൂരിൽ ഒരു ടർഫ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്തു. അത് ഈ നാടിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും സർക്കാർ ചില പ്രതിബന്ധങ്ങൾ ഇട്ടിട്ടുണ്ട്. പുതുപ്പള്ളിയോടുള്ള വൈരാഗ്യമുണ്ട്, പുതുപ്പള്ളിയോടുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കാത്തത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇനിയും UDF സർക്കാർ വരുമ്പോൾ ആ UDF സർക്കാരിനോട് ചേർന്ന് നമുക്ക് നമ്മുടെ സിവിൽ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ് അല്ല, ഈ സ്റ്റേഷനായിരിക്കും ആ സിവിൽ സ്റ്റേഷൻ നടപ്പിലാക്കുവാൻ. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ്, എനിക്കറിയാം 40 ലക്ഷം രൂപ ഞാൻ മാറ്റിവെച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് സമിതി ഒന്നും ചെയ്തില്ല. ഈ പഞ്ചായത്ത് സമിതിയും നമുക്ക് ചേർന്ന് അടുത്ത UDF ഗവൺമെന്റിൽ ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രിയെ ചേർന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിനെയും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള, ദേശീയ നിലവാരമുള്ള ബസ് സ്റ്റാൻഡിലാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഒപ്പം ആ സ്വപ്നത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം താഴെഭാഗം, അവിടെ ഞാൻ സ്വപ്നം കാണുന്നത് ഒരു ടൂറിസം സെന്റർ, റിലീജിയസ് ടൂറിസം സെന്റർ, വെണ്ണിമല പോലെ ക്ഷേത്രം, പരിപാവനമായ ക്ഷേത്രം, രാമലക്ഷ്മണന്മാരുടെ പേരുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ വലിയ ഒരു മാറ്റം റിലീജിയസ് ടൂറിസത്തെ അടിസ്ഥാനമാക്കി കൊണ്ടുവരണം. നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ സംസ്കാരവും ചരിത്രവും, ആ സംസ്കാരവും ചരിത്രവും സംരക്ഷിക്കുക എന്നതിന്റെ ഭാഗമായി നമുക്ക് അവിടെയും ഒരു ടൂറിസം സെന്റർ കൊണ്ടുവരണം. നിങ്ങളുടെ വലിയ വോട്ടുകൾ നൽകി എന്നെ വിജയിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്വപ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. നിങ്ങളുടെ വലിയ വോട്ടുകൾ നൽകി എന്നെ വിജയിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.